നമസ്തേ, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 9ാം സ്റ്റാൻഡേർഡിലെ പക്ഷി ഓർ ദീമക് എന്ന കഥയുമായി ബന്ധപ്പെട്ടുള്ളതായ 3 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെട്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായുള്ള 4 മുതൽ 7 വരെയുള്ള വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. 1ാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 9 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, ബൈൽ ഗാഡിവാല ക്യാ ബേച്താ ഥാ? കാളവണ്ടിക്കാരൻ എന്താണ് വിറ്റിരുന്നത്? ഉത്തരം, ബൈൽ ഗാഡിവാല ദീമക്കേം ബേച്താ ഥാ. കാളവണ്ടിക്കാരൻ ചിതലുകളെ വിൽക്കുന്നുണ്ടായിരുന്നു. ചോദ്യം 2, അപ്നെ ശരീർ സേ പങ്ക് നഷ്ട ഹോനെ പർ നൗജവാൻ പക്ഷിനെ ക്യാ കിയ? തന്റെ ശരീരത്തിൽ നിന്ന് തൂവലുകൾ നഷ്ടപ്പെട്ടപ്പോൾ യുവാവായ പക്ഷി എന്ത് ചെയ്തു? उत्तरम, अपने शरीर से पंख नष्ट होने पर नौजवान पक्षी ने दीमकों को इकट्ठा करके गाड़ी वाले का इंतजार किया. തന്റെ ശരീരത്തിൽ നിന്ന് തൂവലുകൾ നഷ്ടപ്പെട്ടപ്പോൾ യുവാവായ പക്ഷി ചിതലുകളെ ശേഖരിച്ച് കാളവണ്ടിക്കാരനെ കാത്തിരുന്നു. ചോദ്യം 3, ഉനോനെ में निहित സർവനാം क्या है? ഉനോനെ എന്നതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ സർവനാമം അഥവാ പ്രോനൗൺ ഏതാണ്? ഉത്തരം, വേ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഉനോനെ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വേ പ്ലസ് നേ, ഉനോനെ. ചോദ്യം 4, മഠിയാല ഘർ മേ വിശേഷൺ ക്യാ ഹെ? മഠിയാല ഘർ എന്നതിലെ ആഡ്ജക്റ്റീവ് അഥവാ വിശേഷണം ഏതാണ്? ഉത്തരം, മഠിയാല. മഠിയാല എന്നുള്ളതിന്റെ അർത്ഥം മണ്ണുകൊണ്ടുള്ള, മിഠി സെ ബനായ ഹുവ, മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എന്നർത്ഥം. ചോദ്യം 5, അബ് നൗജവാൻ പക്ഷി ഉഡ് നഹി സക്താ ഹെ? ഇപ്പോൾ യുവാവായ പക്ഷിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. ക്യോ? എന്തുകൊണ്ട്? ഉത്തരം, നൗജവാൻ പക്ഷി ഏക് ഏക് ദിൻ ഗാഡി വാലെ കോ അപ്നെ പങ്ക് ദേക്കർ ദീമകേ ഖരീദ് കർ ഖാതാ ഥാ. യുവാവായ പക്ഷി ഓരോ ദിവസവും വണ്ടിക്കാരന് തൂവലുകൾ നൽകി ചിതലുകളെ വാങ്ങി ഭക്ഷിച്ചിരുന്നു. അപ്നെ ശരീർ പർ പങ്ക് ന ഹോനെ സേ അബ് നൗജവാൻ പക്ഷി ഉഡ് നഹി സക്താ ഹെ. തന്റെ ശരീരത്തിൽ നിന്ന് തൂവലുകൾ ഇല്ലാതായപ്പോൾ യുവാവായ പക്ഷിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. ചോദ്യം 6, പക്ഷി ഓർ ദീമക് കഹാനി കാ സീഖ് യാ മോറൽ ക്യാ ഹെ? പക്ഷി ഓർ ദീമക് എന്ന കഥയുടെ ഗുണപാഠം എന്താണ്? ഉത്തരം, സോച്ചെ ബിനാ കോയി കാര്യ കർനെ സേ ആപത്തി മേ പട് ജായേഗി. ആലോചിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ അകപ്പെട്ടാൽ അപകടത്തിൽ ആകും. ചോദ്യം 7, സഹി മിലാൻ കരീം. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. പിതാനെ നൗജവാൻ പക്ഷി സെ കഹാ നൗജവാൻ പക്ഷി ने पक्षी को जमीन पर उतरकर पक्षी की पंखों की संख्या. वलभागत बड़े गरु से अपना मुंह फेर लिया, दीमकें खाने की छट लग गई थी, लगातार घटती चली गई कि दीमकें हमारा स्वाभाविक आहार नहीं है. उत्तरम, पिता ने नौजवान पक्षी से कहा कि दीमकें हमारा स्वाभाविक आहार नहीं है. പിതാവായ പക്ഷി യുവാവായ പക്ഷിയോട് പറഞ്ഞു, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരം അല്ല എന്ന്. നൗജവാൻ പക്ഷിനെ ബഡെ ഗർവ് സെ അപ്നാ മുഹ് ഫേർ ലിയ. യുവാവായ പക്ഷി അഹങ്കാരത്തോടെ മുഖം തിരിച്ചു. പക്ഷിക്കോ ജമീൻ പർ ഉത്തർക്കർ ദീമകേം ഖാനെ കി ഷഡ് ലഗി ഥി. പക്ഷിക്ക് തറയിലേക്ക് ഇറങ്ങി വന്ന് ചിതലുകൾ തിന്നുന്നതിനുള്ള താല്പര്യം ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷി की पंखों की संख्या लगातार घटती चली गई. പക്ഷിയുടെ തൂവലുകളുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. ചോദ്യം 8, अपने बुरे हाल के बारे में नौजवान पक्षी ने डायरी लिखी. തന്റെ മോശമായ അവസ്ഥയെ സംബന്ധിച്ച് യുവാവായ പക്ഷി ഡയറി എഴുതി. നൗജവാൻ പക്ഷിക്ക് വ ഡയറി തയ്യാർ കരേ. യുവാവായ പക്ഷിയുടെ ആ ഡയറി സങ്കല്പിച്ച് എഴുതുക. താരീഖ്, आज मेरे हाल के बारे में क्या बताना है? തീയതി, ഇന്ന് എന്റെ അവസ്ഥയെ സംബന്ധിച്ച് എന്ത് പറയാൻ? മേരി ബേവക്കൂഫി കെ കാരണം ഹി ऐसा हुआ. എന്റെ മണ്ടത്തരം കൊണ്ടാണ്, എന്റെ വിഡ്ഢിത്തം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. मैं सारे दिन गाड़ी वाले से 2 दीमकें खरीद कर बदले में उसको 1 पंख देता हूं. ഞാൻ എല്ലാ ദിവസവും വണ്ടിക്കാരനിൽ നിന്ന് 2 ചിതലുകൾ വാങ്ങി പകരമായി ഒരു തൂവൽ നൽകുന്നു. कई दिनों से ये लेन देन चल रहा है. अनेक ദിവസങ്ങളായി ഈ വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നു. हमारे लिए आवश्यक खाना आसमान से ही मिलते हैं. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ആകാശത്തിൽ നിന്ന് തന്നെ, വായുവിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. फिर भी इस प्रकार दीमकों को खरीदता हूं, എന്നിട്ടും ഇങ്ങനെ ചിതലുകളെ വാങ്ങുന്നു. मेरे पिताजी ने मुझे समझाने की कोशिश की कि दीमके हमारा स्वाभाविक आहार नहीं है. എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല എന്ന്. इनके लिए अपने पंख देना मूर्खता है, ഇവയ്ക്ക് വേണ്ടി തന്റെ തൂവലുകൾ നൽകുന്നത് വിഡ്ഢിത്തമാണ് എന്ന് അച്ഛൻ പറഞ്ഞു. कुछ दिन के बाद शरीर में पंख ही नहीं होगा, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിൽ തൂവലുകൾ തന്നെ ഉണ്ടാവില്ല. ലേക്കിൻ മേ ആൻഡ് സുനാക്കർ വഹാസെ ഉഡ് ഗയ, പക്ഷേ അതൊന്നും കേട്ട ഭാവം നടിക്കാതെ ഞാൻ അവിടെ നിന്ന് പറന്നുപോയി. പിതാജിനെ ജോ കഹാ ഈസാ ഹി ഹുവ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പിതാജിക്ക് ബാത് മാൻതി തോ ഈസാ നഹി ഹോത്ത, അച്ഛൻ പറഞ്ഞ കാര്യം അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അബ് മേ ക്യാ കറൂം, ഇനി ഞാൻ എന്ത് ചെയ്യും? മേരെ ഭവിഷ്യ കെ ബാരെ മേ സോച്ച്കർ മേ ബഹുത് ഡർത്താ ഹൂം, എന്റെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ വല്ലാതെ ഭയക്കുന്നു. ഈശ്വർ മേരി രക്ഷ കരയും, ദൈവം എന്നെ രക്ഷിക്കട്ടെ. ഒൻപതാമത്തെ ചോദ്യം, കോഷ്ടക് സേ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ तीसरे पहर नौजवान. ചോദ്യം, പക്ഷി ഉത്തർത്താ ഹേ, പക്ഷി നീച്ചെ ഉത്തർത്താ ഹേ. ഈ വാക്യ പിരമിഡും രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തെ രീതി, പക്ഷി ഉത്തർത്താ ഹേ, പക്ഷി നീച്ചെ ഉത്തർത്താ ഹേ, പക്ഷി തീസരെ പഹർ നീച്ചെ ഉത്തർത്താ ഹേ, നൗജവാൻ പക്ഷി തീസരെ പഹർ നീച്ചെ ഉത്തർത്താ ഹേ. പക്ഷി ഇറങ്ങുന്നു, പക്ഷി താഴെ ഇറങ്ങുന്നു, പക്ഷി മൂന്നായാമത്തിൽ താഴെ ഇറങ്ങുന്നു, യുവാവായ പക്ഷി മൂന്നായാമത്തിൽ താഴെ ഇറങ്ങുന്നു. രണ്ടാമത്തെ മാതൃക, പക്ഷി ഉത്തർത്താ ഹേ, പക്ഷി നീച്ചെ ഉത്തർത്താ ഹേ, നൗജവാൻ പക്ഷി നീച്ചെ ഉത്തർത്താ ഹേ, നൗജവാൻ പക്ഷി തീസരെ പഹർ നീച്ചെ ഉത്തർത്താ ഹേ. മൂന്നാമത്തെയും നാലാമത്തെയും വാക്യങ്ങളിൽ പുതിയതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. അഞ്ചാമത്തെ വർക്ക്ഷീറ്റ്, അതിൽ ആകെ 8 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ബൈൽ ഗാഡിവാല ദീമകോങ്കെ ബദലെ പക്ഷി സെ ക്യാ ഖരീദതാ ഥാ. കാളവണ്ടിക്കാരൻ ചിതലുകൾക്ക് പകരമായി പക്ഷിയിൽ നിന്ന് എന്താണ് വാങ്ങിക്കൊണ്ടിരുന്നത്? ഉത്തരം, ബൈൽ ഗാഡിവാല ദീമകോങ്കെ ബദലെ പക്ഷി സെ പങ്ക് ഖരീദതാ ഥാ. കാളവണ്ടിക്കാരൻ ചിതലുകൾക്ക് പകരമായി പക്ഷിയിൽ നിന്ന് തൂവൽ വാങ്ങിക്കൊണ്ടിരുന്നു. ചോദ്യം 2, പക്ഷി दीमकों को बैठोरकर बैलगाड़ी वाले के पास आया तब गाड़ी वाले ने पक्षी से क्या कहा. പക്ഷി ചിതലുകളെ ശേഖരിച്ച് കാളവണ്ടിക്കാരന്റെ അടുക്കൽ വന്നപ്പോൾ കാളവണ്ടിക്കാരൻ പക്ഷിയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, बैलगाड़ी वाले ने नौजवान पक्षी से कहा. കാളവണ്ടിക്കാരൻ യുവാവായ പക്ഷിയോട് പറഞ്ഞു, बेवकूफ, मैं दीमक के बदले पंख लेता हूं, पंख के बदले दीमक नहीं. അല്ലയോ മണ്ട, ഞാൻ ചിതലുകൾക്ക് പകരമായി തൂവലിനെയാണ് സ്വീകരിക്കുന്നത്, തൂവലിന് പകരം ചിതലിനെ അല്ല. ചോദ്യം 3, തുജ്സെ മേ നിഹിത് സർവനാം ക്യാ ഹെ. തുജ്സെ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമം ഏതാണ്? ഉത്തരം, തു. തുജ്സെ എന്നുള്ളതിനെ വിഭജിക്കുമ്പോൾ വരുന്ന രൂപം തു പ്ലസ് സെ, തുജ്സെ. ചോദ്യം 4, നൗജവാൻ പക്ഷി മേ വിശേഷൻ ക്യാ ഹെ. നൗജവാൻ പക്ഷി എന്നുള്ളതിൽ വിശേഷണം അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ഏതാണ്? ഉത്തരം, നൗജവാൻ. ചോദ്യം 5, നൗജവാൻ പക്ഷി की ചരിത്രഗത് വിശേഷതായ ലിഖേ. യുവാവായ പക്ഷിയുടെ സ്വഭാവ വിശേഷതകൾ, ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഹെഡിങ് തീർച്ചയായും കൊടുക്കണം. ഇവിടെ നൗജവാൻ പക്ഷി. नौजवान पक्षी वर्तमान समाज के नौजवानों का प्रतिनिधि है. യുവാവായ പക്ഷി ആധുനിക സമൂഹത്തിലെ യുവാക്കളുടെ പ്രതിനിധിയാണ്. उसको अपने भविष्य और अस्तित्व के बारे में कोई चिंता नहीं. അവന്, യുവാവായ പക്ഷിക്ക് തന്റെ ഭാവിയെ സംബന്ധിച്ചോ തന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചോ യാതൊരു ചിന്തയും ഇല്ല. दूसरों के प्रलोभन में फंसकर आज के लिए जीता है. മറ്റുള്ളവരുടെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ഇന്നത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. സ്വഭാവ സെ ബഡി ആലസ്യ ഹെ. അവൻ സ്വഭാവത്തിൽ വളരെ മടിയനാണ്. बिना मेहनत से आसानी से मिलने वाले भोजन से संतुष्ट होने का स्वभाव उसमें है. അധ്വാനിക്കാതെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്ന സന്തുഷ്ടനാകുന്ന സ്വഭാവമാണ് അവനിൽ ഉള്ളത്. इसलिए वह अपना स्वाभाविक आहार छोड़कर पंख के बदले दीमकें खरीद कर खाता है. അതുകൊണ്ട് അവൻ സ്വാഭാവികമായ ആഹാരത്തെ ഉപേക്ഷിച്ച് തൂവലിന് പകരം ചിതലുകളെ വാങ്ങി കഴിക്കുന്നു. वह प्रलोभन के चंगुल में फंसने वाला वर्तमान समाज का प्रतिनिधि है. അവൻ പ്രലോഭനങ്ങളിൽ
അകപ്പെടുന്നതായ ആധുനിക സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. സച്ച് മേ പക്ഷി ഏക് ബേവകൂഫ് ഹെ. വാസ്തവത്തിലെ പക്ഷി ഒരു മണ്ടൻ തന്നെയാണ്. इसलिए अपने अस्तित्व के बारे में न सोचकर गाड़ी वाले के प्रलोभन में फंस जाते. അതുകൊണ്ടാണ് തന്റെ നിലനിൽപ്പിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ വണ്ടിക്കാരന്റെ പ്രലോഭനത്തിൽ അകപ്പെടുന്നത്. അന്തമേ ശോഷൺ കാ ശിക്കാർ ബൻകർ ഉസ്കി മൃത്യു ഭി ഹോ ജാതി ഹെ. അവസാനം ചൂഷണത്തിനിരയായി തന്റെ മരണം പോലും സംഭവിക്കുന്നു. ചോദ്യം 6 സഹി മിലാൻ കരെ. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. നവജവാൻ പക്ഷി കെ പരിവാർ വാലെ നവജവാൻ പക്ഷി കോ നവജവാൻ പക്ഷീനെ സോച്ച ലേക്കിൻ നവജവാൻ പക്ഷീനെ. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഹാംത്തെ ഹുയെ ബൈഠ് ജാന പड़ता, दीमक खाने का शौक नहीं छोड़ा तथा मित्र ऊंचाइयों पर उठकर आगे बढ़ जाते कि आसमान में उड़ना व्यर्थ है. उत्तरम नौजवान पक्षी के परिवार वाले तथा मित्र ऊंचाइयों पर उठकर आगे बढ़ जाते. യുവാവായ പക്ഷിയുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഉയരത്തിൽ പറന്ന് മുന്നേറുമായിരുന്നു. നവജവാൻ പക്ഷിക്കോ ഹാംത്തെ ഹുയെ ബൈഠ് ജാന പड़ता. യുവാവായ പക്ഷിക്ക് കിതച്ചുകൊണ്ട് ഇരിക്കേണ്ടതായി വന്നിരുന്നു. നവജവാൻ പക്ഷീനെ സോച്ച കി ആസ്മാൻ മേ ഉഡ്ന വ്യർത്ഥ ഹെ. യുവാവായ പക്ഷി ചിന്തിച്ചു ആകാശത്തിൽ പറക്കുക എന്നുള്ളത് വ്യർത്ഥമാണ്. ലേക്കിൻ നവജവാൻ പക്ഷീനെ ദീമക് ഖാനെ കാ ശൗക് നഹി ഛോഡ. എന്നാൽ യുവാവായ പക്ഷി ചിതലുകളെ തിന്നുന്നതിനോടുള്ള താല്പര്യം ഉപേക്ഷിച്ചില്ല. ചോദ്യം 7 अपने बुरे हाल के बारे में नौजवान पक्षी अपने मित्र के नाम पत्र लिखता है. वह पत्र तैयार करे. തന്റെ മോശമായ അവസ്ഥയെ സംബന്ധിച്ച് യുവാവായ പക്ഷി തന്റെ കൂട്ടുകാരന് കത്തെഴുതുന്നു. ആ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം സ്ഥാൻ താരീഖ്. സ്ഥലം തീയതി. പ്രിയ മിത്ര, പ്രിയ കൂട്ടുകാരാ, തും കൈസേ ഹോ, നിനക്ക് സുഖമാണോ? കുശൽ സേ ഹോ നാ, സുഖമായിരിക്കുന്നുവല്ലോ. मैं एक विशेष बात बताने के लिए यह पत्र लिख रहा हूं. ഞാനൊരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. आज मेरे हाल के बारे में क्या बताना है. ഇന്ന് എന്റെ അവസ്ഥയെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? अब मैं उड़ नहीं सकता. ഇപ്പൊ എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. मेरी बेवकूफी के कारण ही ऐसा हुआ. എന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. मैं सारे दिन गाड़ी वाले से 2 दीमकें खरीद कर बदले में उसको एक पंख देता हूं. ഞാൻ എല്ലാ ദിവസവും കാളവണ്ടിക്കാരിൽ നിന്ന് 2 ചിതലുകൾ വാങ്ങി പകരം ഒരു തൂവൽ നൽകുന്നു. കൈ ദിനോസെ ഈ ലേൻദേൻ ചൽ രഹാ ഹൈ. അനേക ദിവസങ്ങളായി ഈ വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നു. ഹമാരെ ലിയെ ആവശ്യ ഖാന ആസ്മാൻ സേ ഹി മിൽത്തെ ഹൈ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാര സാധനം ആകാശത്തിൽ നിന്ന് തന്നെ, വായുവിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. ഫിർ ഭി ഇസ് പ്രകാർ ദീമകോं को खरीदता हूं. എന്നിട്ടും ഇങ്ങനെ ചിതലുകളെ വാങ്ങുന്നു. मेरे पिताजी ने मुझे समझाने की कोशिश की कि दीमकें हमारा स्वाभाविक आहार नहीं है. എന്റെ അച്ഛൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരം അല്ല. ഇൻകേലിയെ अपने पंख देना मूर्खता है. ഇവയ്ക്ക് വേണ്ടി തന്റെ തൂവൽ നൽകുന്നത് വിഡ്ഢിത്തമാണ്. कुछ दिन के बाद शरीर में पंख ही नहीं होगा. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിൽ തൂവലുകൾ തന്നെ ഉണ്ടാവില്ല. लेकिन मैं अन सुनाकर वहां से उठ गया. പക്ഷേ കേൾക്കാത്ത ഭാവത്തിൽ ഞാൻ അവിടെ നിന്ന് പറന്നുപോയി. പിതാജിനെ ജോ കഹാ ऐसा ही हुआ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പിതാജി की बात मानती तो ऐसा नहीं होता. അച്ഛൻ പറഞ്ഞ കാര്യം അനുസരിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. अब मैं क्या करूं. ഇനി ഞാൻ എന്ത് ചെയ്യാൻ? मेरे भविष्य के बारे में सोचकर मैं बहुत डरता हूं. എന്റെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ വളരെ ഭയക്കുന്നു. ഈശ്വർ മേരി രക്ഷാ കരേ. ഈശ്വരൻ എന്നെ രക്ഷിക്കട്ടെ. तुम्हारे परिवार वालों को मेरा नमस्कार. നിന്റെ കുടുംബാംഗങ്ങൾക്ക് എന്റെ നമസ്കാരം. इस पत्र की जवाब मुझे बहुत आश्वासन होगा. ഈ കത്തിന് മറുപടി എനിക്ക് വളരെ ആശ്വാസമാകും. जवाब की प्रतीक्षा में तुम्हारा मित्र हस्ताक्षर नाम. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ, സിഗ്നേച്ചർ, പേര്, सेवा में नाम पता, टू പേര്, അഡ്രസ്. ചോദ്യം 8 कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ സംഖ്യ पंखों की. ചോദ്യം घटती चली गई, लगातार घटती चली गई. ഈ വാക്യ പിരമിഡിന് ഒരു രീതിയിൽ മാത്രമേ ഉത്തരം എഴുതാൻ കഴിയൂ. उत्तरम घटती चली गई, लगातार घटती चली गई, संख्या लगातार घटती चली गई, पंखों की संख्या लगातार घटती चली गई. കുറഞ്ഞുകൊണ്ടിരുന്നു, തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരുന്നു, എണ്ണം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരുന്നു, തൂവലുകളുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരുന്നു. അടുത്തത് 6ാമത്തെ വർക്ക്ഷീറ്റ്. അതിൽ 8 ചോദ്യങ്ങളാണുള്ളത്.
ഒന്നാമത്തെ ചോദ്യം, बैलगाड़ी वाला एक पंख लेकर कितनी दीमकें देता था? കാളവണ്ടിക്കാരൻ ഒരു തൂവൽ സ്വീകരിച്ച് എത്ര ചിതലുകളെയാണ് നൽകിയിരുന്നത്? ഉത്തരം, बैलगाड़ी वाला एक पंख लेकर 2 दीमकें देता था. കാളവണ്ടിക്കാരൻ ഒരു തൂവൽ സ്വീകരിച്ച് 2 ചിതലുകളെ നൽകിയിരുന്നു. ചോദ്യം 2, पक्षी और दीमक नामक कहानी के अंत में नौजवान पक्षी का क्या हाल हुआ? पक्षी और दीमक എന്ന കഥയുടെ അവസാനം യുവാവായ പക്ഷിക്ക് എന്ത് സംഭവിച്ചു? उत्तर, पक्षी और दीमक नामक कहानी के अंत में नौजवान पक्षी को एक काली बिल्ली ने खाया. പക്ഷി और दीमक എന്ന കഥയുടെ അവസാനം യുവാവായ പക്ഷിയെ ഒരു കരിമ്പൂച്ച തിന്നു. ചോദ്യം 3, ജിസ്മേ മേ നിഹിത് സർവനാം ക്യാ ഹെ? ജിസ്മേ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ സർവനാമം ഏതാണ്? ഉത്തരം, ജോ. ജിസ്മേ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ജോ പ്ലസ് മേ, ജിസ്മേ. ചോദ്യം 4, നീല ആസ്മാൻ മേ വിശേഷൺ ക്യാ ഹെ? നീല ആസ്മാൻ എന്നുള്ളതിലെ വിശേഷണ പദം ഏതാണ്? ഉത്തരം, നീല. അഞ്ചാമത്തെ ചോദ്യം, ആജ് കെ സമാനെ മേ പക്ഷി और दीमक नामक कहानी की പ്രാസംഗികത क्या है? ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷി और दीमक എന്ന കഥയുടെ സാന്ദർഭികത്വം എന്താണ്? ഉത്തരം, पक्षी और दीमक कहानी में एक नौजवान पक्षी अपना पंख देकर दीमक खाने में तत्पर है. പക്ഷി और दीमक എന്ന കഥയിൽ യുവാവായ ഒരു പക്ഷി തന്റെ തൂവൽ നൽകി പകരം ചിതലുകളെ തിന്നാൻ താല്പര്യപ്പെടുന്നു. अपने परिवार वालों के उपदेश को भी वह नकारता है. തന്റെ കുടുംബാംഗങ്ങളുടെ ഉപദേശം പോലും അവൻ അവഗണിക്കുന്നു. अंत में सारे पंख नष्ट होने पर वह विवश हो जाता है. അവസാനം എല്ലാ തൂവലുകളും നഷ്ടപ്പെടുമ്പോൾ അവൻ വളരെ ദുഃഖിക്കുന്നു. दीमकों को इकट्ठा करके उसके बदले व्यापारी से पंख वापस लेने का विफल प्रयास करता है. ചിതലുകളെ ശേഖരിച്ച് അവയ്ക്ക് പകരം വ്യാപാരിയിൽ നിന്ന് തൂവലുകൾ തിരികെ വാങ്ങാനുള്ള വിഫലമായ ശ്രമം നടത്തുന്നു. അന്തമേ വഹ ഏ കാലി ബില്ലി കെ മുഹ് മേ ആ ജാതാ ഹെ. അവസാനം ഒരു കരിമ്പൂച്ചയുടെ വായിൽ അകപ്പെടുന്നു. कहानी की गहराई में जाते वक्त हम समझ सकते हैं कि यह वर्तमान वास्तविकता है. കഥയുടെ ആഴത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ വാസ്തവം തന്നെയാണ്. ആജ്കൽ ബഹുരാഷ്ട്ര കമ്പനി ഹമേ ലൂട്ട് രഹേ ഹെ. ഇക്കാലത്ത് ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മളെ കൊള്ളയടിക്കുന്നു. വിജ്ഞാപൻ ദേക്കർ ഹമാരെ സാമനെ കൈ പ്രലോഭൻ ദേത്തെ ഹെ. പരസ്യങ്ങൾ നൽകി നമുക്ക് അനേകം പ്രലോഭനങ്ങൾ നൽകുന്നു. ഹം നൗജവാൻ ബിനാ സോച്ചെ സമझे उस पर फंस जाते हैं. നമ്മൾ യുവാക്കളായ ആളുകൾ ഒന്നും ചിന്തിക്കാതെ അതിലാകപ്പെടുന്നു. जब हम अपनी गलती समझते हैं तब सब नष्ट हो जाता है. നമ്മുടെ തെറ്റ് മനസ്സിലാവുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടമാകുന്നു. शोषण के इस जमाने में ये कहानी बिल्कुल प्रासंगिक है. ചൂഷണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ കഥ വളരെയധികം ചേരുന്നതാണ്, സാന്ദർഭികത്വം ഉള്ളത് തന്നെ ആണ്. ചോദ്യം 6, സഹി മിലാൻ കരെ. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ नौजवान पक्षी घास के नौजवान पक्षी दीमकों को पहचानी आवाज सुनकर मैं दीमकों के बदले पंख लेता हूं. पहले साइड गाड़ी वाला रुक गया, पंख के बदले दीमक नहीं. एक लहराते गुच्छे में बैठा, खाने के बजाय इकट्ठा कर लेता. उत्तरम, नौजवान पक्षी घास के एक लहराते गुच्छे में बैठा. യുവാവായ പക്ഷി പുല്ലിന്റെ ചലിച്ചുകൊണ്ടിരിക്കുന്നതായ കൂട്ടത്തിൽ ഇരുന്നു. नौजवान पक्षी दीमकों को खाने के बजाय इकट्ठा कर लेता. യുവാവായ പക്ഷി ചിതലുകളെ തിന്നുന്നതിന് പകരം ശേഖരിച്ചുകൊണ്ടേ ഇരുന്നു. പേച്ചാനി ആവാസ് സുൻകർ ഗാഡിവാല റുക് ഗയ. പരിചയമുള്ളതായ ശബ്ദം കേട്ടപ്പോൾ കാളവണ്ടിക്കാരൻ നിന്നു. മേ ദീമക്കോ കെ ബദലെ പങ്ക് ലേത്താ ഹൂം, പങ്ക് കെ ബദലെ ദീമക് നഹീ. ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകളാണ് വാങ്ങുന്നത്, തൂവലിന് പകരം ചിതലുകളെ അല്ല. അടുത്ത ചോദ്യം 7, गाड़ी वाला और नौजवान पक्षी की पहली मुलाकात के समय होने वाला वार्तालाप तैयार करें. കാളവണ്ടിക്കാരനും യുവാവായ പക്ഷിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ സമയത്ത് സംഭവിക്കുന്നതായ സംഭാഷണം തയ്യാറാക്കുക. പക്ഷി, ഓ ഗാഡി വാലെ തും ക്യാ ബേച്ച് രഹേ ഹോ. അല്ലയോ കാളവണ്ടിക്കാരാ, നിങ്ങൾ എന്താണ് വിറ്റുകൊണ്ടിരിക്കുന്നത്? ഗാഡി വാല, ദേഖാ നഹി ദീമക്കേം ബേച്ച് രഹോ. കണ്ടില്ലേ, ചിതലുകളെ വിറ്റുകൊണ്ടിരിക്കുന്നു. പക്ഷി, ബഡി ഖുഷി സെ, ഗാഡി വാലെ മുझे भी दीमकें चाहिए.
വളരെ സന്തോഷത്തോടെ, വണ്ടിക്കാര എനിക്കും ചിതലുകളെ വേണം. വണ്ടിക്കാരൻ, ദീമക്കൊക്കെ മേലെ തുമാര പങ്ക് ദേനാ ഹേ, ചിതലുകൾക്ക് പകരം നിന്റെ തൂവൽ തരണം. പക്ഷി, കിത്നെ പങ്ക്, എത്ര തൂവലുകൾ? ഗാഡിവാല, ദോ ദീമക്കൊങ്കിലെ ഏക് പങ്ക്, 2 ചിതലുകൾക്ക് 1 തൂവൽ. പക്ഷി, നാഹേ, ഇത്രയുള്ളോ? ഏലോ ഏക് പങ്ക്, ഇതാ 1 തൂവൽ. ദോ ദീമക്കേ ദോ, 2 ചിതലുകൾ തരൂ. ഗാഡിവാല, ഠീക് ഹേ, ലോ ദോ ദീമക്കേ, ശരി, ഇതാ 2 ചിതലുകൾ. പക്ഷി, സാരേ ദിൻ യഹാ ആവോ, എല്ലാ ദിവസവും ഇവിടെ വരൂ. ഹമാരാ ലേൻദേൻ ജാരി രഹേഗാ, നമ്മുടെ വിനിമയം തുടരും. ഗാഡിവാല, മേ കൽ ഇസി സമയ യഹാ ആऊंगा, ഞാൻ നാളെ ഇതേ സമയം ഇവിടെ വരും. പക്ഷി, ഠീക് ഹേ, ധന്യവാദ്, ശരി, നന്ദി. ഗാഡിവാല, ധന്യവാദ്, നന്ദി. ചോദ്യം 8, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ब्रैकेट पंखों की धीरे धीरे. ചോദ്യം, कम होती गई, शक्ति कम होती गई. ഈ ചോദ്യത്തിന് 2 രീതിയിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തെ രീതി, कम होती गई, शक्ति कम होती गई, शक्ति धीरे धीरे कम होती गई, पंखों की शक्ति धीरे धीरे कम होती गई. കുറഞ്ഞുകൊണ്ടിരുന്നു, ശക്തി കുറഞ്ഞുകൊണ്ടിരുന്നു, ശക്തി സാവധാനം കുറഞ്ഞുകൊണ്ടിരുന്നു, ചിറകിന്റെ ശക്തി സാവധാനം കുറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത്തെ മോഡൽ, കം ഹോത്തി ഗയി, ശക്തി കം ഹോത്തി ഗയി, पंखों की शक्ति कम होती गई, पंखों की शक्ति धीरे धीरे कम होती गई. പുതിയതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. 7ാമത്തെ വർക്ക്ഷീറ്റിൽ 9 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ദീമकों को खरीदने के लिए पक्षी गाड़ी वाले को क्या देता था. ചിതലുകളെ വാങ്ങുന്നതിന് വേണ്ടി പക്ഷി വണ്ടിക്കാരന് എന്താണ് നൽകിയിരുന്നത്? ഉത്തരം, दीमकों को खरीदने के लिए पक्षी गाड़ी वाले को अपने पंख देता था. ചിതലുകളെ വാങ്ങുന്നതിന് വേണ്ടി പക്ഷി കാളവണ്ടിക്കാരന് തന്റെ തൂവൽ നൽകിയിരുന്നു. ചോദ്യം 2, പിതാനെ നൗജവാൻ പക്ഷി സെ ക്യാ കഹാ. അച്ഛൻ പക്ഷി യുവാവായ പക്ഷിയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, പിതാനെ നൗജവാൻ പക്ഷി സെ കഹാ, बेटा दीमके हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. അച്ഛൻ പക്ഷി യുവാവായ പക്ഷിയോട് പറഞ്ഞു, മോനെ, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല, അവയ്ക്ക് വേണ്ടി നമ്മുടെ തൂവൽ ഒരിക്കലും നൽകാൻ കഴിയില്ല. മൂന്നാമത്തെ ചോദ്യം, കിസ്മേ മേ നിഹിത് സർവനാം ക്യാ ഹെ. കിസ്മേ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ സർവനാമം ഏതാണ്? ഉത്തരം, കോൺ. അതിനെ വിഭജിക്കുമ്പോൾ കോൺ പ്ലസ് മേം, കിസ്മേം. ചോദ്യം 4, തീസരാ പഹർ മേ വിശേഷൺ ക്യാ ഹെ. തീസരാ പഹർ എന്നുള്ളതിലെ വിശേഷണ പദം ഏതാണ്? ഉത്തരം, തീസര. ചോദ്യം 5, യഹ് കഹാനി ആജ്കൽ की युवा पीढ़ी की ओर रखने वाला आईना है. इस पर आपका राय क्या है. ഈ കഥ ഇന്നത്തെ തലമുറയുടെ നേരെ പിടിക്കുന്നതായ കണ്ണാടിയാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉത്തരം, ये प्रस्ताव ठीक है. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. आजकल की युवा पीढ़ी इस कहानी के नौजवान पक्षी के समान है. ഇന്നത്തെ യുവതലമുറ ഈ കഥയിലെ യുവാവായ പക്ഷിക്ക് തുല്യമാണ്. युवा पीढ़ी भी स्वाभाविक खाना छोड़कर जंक फूड के पीछे भाग रही है. യുവതലമുറ സ്വാഭാവികമായ ഭക്ഷണം ഉപേക്ഷിച്ച് പോഷക മൂല്യമില്ലാത്ത, നമുക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണത്തിന് പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദ്യം 6, आजकल के जंक फूड के उपयोग के विरुद्ध एक संदेशात्मक पोस्ट तैयार करें. ഇന്നത്തെ ജങ്ക് ഫുഡിന്റെ ഉപയോഗത്തിന് എതിരായിട്ടുള്ളതായ മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഉത്തരം, സ്വസ്ഥ ശരീർ ഹമാരി ആവശ്യകത ഹെ. ആരോഗ്യമുള്ള ശരീരം നമ്മുടെ ആവശ്യമാണ്. സ്വസ്ഥ ശരീർ के लिए स्वच्छ खाना भी चाहिए. ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടി ശുദ്ധമായ ഭക്ഷണം വേണം. ജങ്ക് ഫുഡ് का उपयोग न करें. ജങ്ക് ഫുഡ് ഉപയോഗിക്കാതിരിക്കൂ. ജങ്ക് ഫുഡ് എന്നുള്ളതിന്റെ അർത്ഥം പോഷക മൂല്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ളതായ ഭക്ഷണം. വിജ്ഞാപൻ के चंगुल में न फंसें. പരസ്യത്തിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ. സ്വാഭാവിക് ഖാന ഹമാരാ സ്വാസ്ഥ്യ के लिए अच्छा है. നാച്ചുറലായ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. अपने घरों में बनाने वाले खाने का उपयोग करें. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതായ ഭക്ഷണം
ഉപയോഗിക്കുക. ഇത് തയ്യാറാക്കിയിരിക്കുന്ന അതോറിറ്റിയുടെ പേര് സ്വാസ്ഥ്യ വിഭാഗ് നയിദില്ലി, ആരോഗ്യ വകുപ്പ് ന്യൂഡൽഹി. ചോദ്യം 7, സഹി മിലാൻ കരേ. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ये मेरी दीमक ले लो, ये काली बिल्ली आई, पक्षी का खून ठबक ठबक कर, वो गाड़ी वाले मैं कब से. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ जमीन पर बूंदों की लकीर बना रहा और मेरे पंख वापस कर दो, तुम्हारा इंतजार कर रहा था और मुंह में दबाकर चली गई. ഉത്തരം ये मेरी दीमक ले लो और मेरे पंख वापस कर दो. ഇതാ എന്റെ കൈവശമുള്ള ചിതലുകൾ എടുത്തോളൂ, പകരം എന്റെ തൂവലുകൾ തിരികെ തരൂ. ഈ കാലി വില്ലിയായി और मुंह में दबाकर चली गई. ഒരു കരിമ്പൂച്ച വന്ന് വായിൽ അമർത്തി നടന്നുപോയി. പക്ഷി കാ ഖൂൻ ठबक ठबक कर जमीन पर बूंदों की लकीर बना रहा. പക്ഷിയുടെ രക്തം ഇറ്റ് വീണ് തറയിൽ തുള്ളികളുടെ ഒരു ലൈൻ തന്നെ ഉണ്ടായി. ഓ ഗാഡിവാലെ മേ കബ് സേ തുമാരെ ഇന്തസാർ കർ രഹാ ഥാ. അല്ലയോ വണ്ടിക്കാരാ, ഞാൻ എത്ര നേരമായി അല്ലെങ്കിൽ എപ്പോൾ മുതൽ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. 8ാമത്തെ ചോദ്യം നൗജവാൻ പക്ഷി ദീമകോ കോ ബഠോർ കർ ഗാഡി വാലെ കെ പാസ് ആയ. യുവാവായ പക്ഷി ചിതലുകളെ ശേഖരിച്ച് വണ്ടിക്കാരന്റെ അടുക്കൽ വന്നു. ഇൻ ദോനോ കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. പക്ഷി ഗാഡിവാലെ, ഓ ഗാഡിവാലെ, വണ്ടിക്കാരാ, അല്ലയോ വണ്ടിക്കാരാ. ഗാഡിവാല പരിചിത് ശബ്ദ ഹേ, കോൺ ഹോ തും. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ, ആരാണ് നീ? പക്ഷി മുझे ഭൂൽ ഗയാ, എന്നെ മറന്നുപോയോ? മേ നൗജവാൻ പക്ഷി ഹും, ഞാൻ ആ യുവാവായ പക്ഷിയാണ്. ഗാഡിവാല ദീമകേ ചാഹിയേ ക്യാ, ചിതലുകളെ വേണോ? പക്ഷി നഹി, ദീമകേ ദേനെ കെ ലിയേ ആയാ ഹൂം, വേണ്ട, ചിതലുകളെ നൽകാൻ വന്നതാണ്. ഗാഡിവാല ക്യാ ബാത് സമജ് മേ नहीं आई, എന്താ നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷി ये दीमके ले लो और मेरे पंख वापस कर दो. ഈ ചിതലുകളെ എടുക്കൂ, പകരം എന്റെ തൂവലുകൾ തിരികെ തരൂ. ഗാഡിവാല ബേവകൂഫ്, മേ ദീമക് കെ ബദലെ പങ്ക് ലേതാ ഹൂം. അല്ലേ മണ്ട, ഞാൻ ചിതലുകൾക്ക് പകരം തൂവലാണ് വാങ്ങുന്നത്. പങ്ക് കെ ബദലെ ദീമക് നഹി, തൂവലിന് പകരം ചിതലുകളെ അല്ല. പക്ഷി ऐसा मत कहे, मेरा जीवन आपत्ति में है. അങ്ങനെ പറയരുത്, എന്റെ ജീവിതം അപകടത്തിലാണ്. ഗാഡിവാല इससे मुझे क्या, അതുകൊണ്ട് എനിക്കെന്താ? चल हट, मुझे अलग काम है. മാറ്, എനിക്ക് വേറെ ജോലിയുണ്ട്. 9ാമത്തെ ചോദ്യം കോഷ്ടക് സേ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ ബില്ലി കാലി. ചോദ്യം ദബാക്കർ ചലി ഗയി, മുഹ് മേ ദബാക്കർ ചലി ഗയി. ഈ വാക്യ പിരമിഡിന് ഒരു രീതിയിൽ മാത്രമേ ഉത്തരം എഴുതാൻ കഴിയൂ. ഉത്തരം ദബാക്കർ ചലി ഗയി, അമർത്തിക്കൊണ്ട് പോയി. മുഹ്മേ ദബാക്കർ ചലി ഗയി, വായിൽ അമർത്തിക്കൊണ്ട് പോയി. ബില്ലി മുഹ്മേ ദബാക്കർ ചലി ഗയി, പൂച്ച വായിൽ അമർത്തിക്കൊണ്ട് പോയി. കാലി ബില്ലി മുഹ്മേ ദബാക്കർ ചലി ഗയി, കരിമ്പൂച്ച വായിൽ അമർത്തിക്കൊണ്ട് പോയി. ഇത്രയുമാണ് നമ്മൾ ഈ പക്ഷി और നിയമം എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ളതായ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും. നിങ്ങൾക്ക് പക്ഷി और നിയമം എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ളതായ ഈ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരമായി കാണുക. അപ്പോൾ തുടർന്ന് വരുന്നതായ പാഠങ്ങളുടെയും വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും ഈ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.